തമിഴ്നാട് ബി.ജെ.പിയിൽ വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി.ജെ.പിയെ തമിഴ്നാട്ടിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന കെ അണ്ണാമലൈ പടിയിറങ്ങുകയാണ്. എ.ഡി.എം.കെ വീണ്ടും എൻ.ഡി.എയിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യമുണ്ട്. അത് ബി.ജെ.പിയുടെ അമരത്ത് അണ്ണാമലൈ എന്ന നേതാവ് ഉണ്ടാകരുത് എന്നായിരുന്നു. സിവിൽ സർവീസ് വകുപ്പിൽ നിന്നും രാജിവെച്ച തമിഴ്നാട് ബി.ജെ.പിയെ നയിക്കാൻ ഇറങ്ങിയ അണ്ണാമലൈ ഈ രീതിയിലൊരു മടക്കം ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും അക്കൗണ്ട് തുറക്കാൻ സാധിച്ച ബി.ജെ.പിക്ക് പക്ഷേ തമിഴ്നാട്ടിൽ സംപൂജരാകുവാനായിരുന്നു വിധി. ഇതോടെയാണ് അണ്ണാമലയുടെ ചോരയ്ക്കായി മുറവിളി ഉയർന്നത്. ഇതോടെ അണ്ണാമലയെ മാറ്റി പുതിയ നേതാവിനെ തമിഴ്നാട്ടിൽ അവരോധിക്കാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുകയാണ്. കെ അണ്ണാമലൈ തുടരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്. സഖ്യം പുനഃസ്ഥാപിക്കുന്നതിന് അണ്ണാ.ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നീക്കം വേഗത്തിലായത് എന്നാണ് വിവരം. അണ്ണാ.ഡി.എം.കെക്ക് കൂടുതൽ താല്പര്യമുള്ള നേതാവിനെയാകും നിയമിക്കുക. ബി.ജെ.പി നിയമസഭാ കക്ഷി നേതാവ് നയനാർ നാഗേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ എൽ മുരുകൻ എന്നീ പേരുകൾക്കാണ് മുൻതൂക്കം. ഏപ്രിൽ 8-ന് ശേഷം പ്രഖ്യാപനം ഉണ്ടായേക്കും. ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് നാഗേന്ദ്രന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. തെക്കൻ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനവും തേവർ വോട്ടുകളെ ആകർഷിക്കാനുള്ള കഴിവും തുണച്ചേക്കും. അതേസമയം ദളിത് വോട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എൽ മുരുകനാകും നറുക്കു വീഴുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. വനിതാ നേതൃത്വത്തിനാണ് തീരുമാനമെങ്കിൽ വാനതി ശ്രീനിവാസൻ, തമിഴിസൈ സൗന്ദരരാജൻ എന്നിവർക്കും സാധ്യതയുണ്ട്. അണ്ണാമലയ്ക്ക് ഒരവസരം കൂടി നൽകണമെന്ന് അനുകൂലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അണ്ണാ.ഡി.എം.കെയുമായിട്ടുള്ള സഖ്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റാതെ വഴിയില്ല എന്നും ദേശീയ നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അണ്ണാമലയുമായി ഇടഞ്ഞാണ് അണ്ണാ.ഡി.എം.കെ നേരത്തെ എൻ.ഡി.എ വിട്ടത്. എടപ്പാടിയും അണ്ണാമലയും തുടർന്നും പലതവണ കൊമ്പുകോർത്തിരുന്നു. ഡി.എം.കെയും ബി.ജെ.പിയും തമ്മിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടമെന്ന് അണ്ണാമല ആവർത്തിച്ചതും അണ്ണാ.ഡി.എം.കെയുമായുള്ള അകലം വർദ്ധിപ്പിച്ചിരുന്നു. എടപ്പാടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അണ്ണാമലയും അമിത്ഷാ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഏത് വിധത്തിലും പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും പദവിയല്ല മുഖ്യമെന്നും അണ്ണാമല അറിയിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ബി.ജെ.പി നേതൃത്വം പലതവണ അനുരഞ്ജന ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഇനി സഖ്യത്തിനില്ല എന്ന കർശന നിലപാടിലായിരുന്നു ഇത്രയും നാളും എടപ്പാടി പളനിസ്വാമി നിന്നിരുന്നത്. പ്രതിപക്ഷ കക്ഷികൾ വേറിട്ട് മത്സരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡി.എം.കെയുടെ ജയം അനായാസമാക്കുമെന്ന തിരിച്ചറിവും കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള സമ്മർദ്ദവുമാണ് നിലപാട് മാറ്റത്തിന് വഴിവെച്ചത് എന്നാണ് സൂചന. ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ആഴ്ചകളായി തുടരുന്ന അനൗപചാരിക ചർച്ചകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വെച്ച് അമിത്ഷാ എടപ്പാടി ചർച്ച നടന്നത്. ബി.ജെ.പി സഖ്യം ബാധ്യതയാണെന്ന തിരിച്ചറിവിനെ തുടർന്നായിരുന്നു 2023-ൽ അണ്ണാ.ഡി.എം.കെ പിണങ്ങി പിരിഞ്ഞത്. ജയലളിതയുടെ കാലത്ത് 1998-ൽ ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയിരുന്നുവെങ്കിലും അതൊരു വർഷമേ നീണ്ടു നിന്നുള്ളൂ. പിന്നീട് ജയലളിതയുടെ മരണശേഷം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു സഖ്യം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പിലും മുന്നണിക്ക് വൻ പരാജയം നേരിട്ടു. വലിയ കക്ഷിയായ അണ്ണാ.ഡി.എം.കെ ഒതുക്കി സ്വന്തം പാർട്ടി ശക്തിപ്പെടുത്താൻ അണ്ണാമലൈ നടത്തിയ ശ്രമങ്ങൾ ബന്ധം വഷളാക്കി. അതാണ് സഖ്യം പിരിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്.